ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചരി ഉഴുന്നും ചേർത്ത് കൊടുത്തു. ഒരു സ്പൂൺ മാത്രമേ പച്ചരി എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം കഴുകിയെടുക്കണം. പിന്നെ നമ്മൾ ഇത് അരക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ കഴുകൂല. നന്നായിട്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. നമുക്കിത് കുതിരാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ ഇത് നമ്മൾക്കൊന്ന് കുതിർത്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം ഒരു 5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പൊ ഞാൻ ഈ ഉഴുന്നിട്ട് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, നല്ലോണം ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. ഒന്നിച്ചിട്ടുകൊണ്ട് അരച്ചാൽ നമ്മൾ ഉഴുന്ന് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ പകുതിയും ആയിട്ടാണ് അരക്കുന്നത്. എന്നെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരക്കാൻ പറ്റുള്ളൂ. അരച്ചെടുത്തത് അതുപോലെ അങ്ങോട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് നമുക്ക് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതും ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നൊക്കെയാണ് അരച്ചിക്കണു. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെ തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. ഇത് കുറച്ച് സമയം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഉഴുന്ന് വടക്ക് നല്ല ഒരു സോഫ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ പച്ചരി ചേർത്തിക്കുന്നത്, ഈ ഉഴുന്നിൻ്റെ 1 സ്പൂൺ പച്ചരി ചേർത്തിക്കുന്നത് ആ ഉഴുന്നിൻ്റെ ഒരു കുത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഞാനത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വട ഉണ്ടാക്കുള്ളൂ. ബാക്കിയുള്ള സാധനം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചേർത്തെടുക്കാം. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഉഴുന്നൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പം കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ വട ഉണ്ടാക്കാൻ. ഇതുപോലെ ഇങ്ങോട്ട് ഒട്ടിയെടുത്തിട്ട് ചെറിയൊരു ഹോള് നമുക്ക് ഉണ്ടാക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടാം. നമ്മൾ ഈ മാവിൽ അഥവാ വെള്ളം ഏറിക്കുകയാണെങ്കിൽ 1 സ്പൂണ്
2 സ്പൂണൊക്കെ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ മാത്രം. ഇങ്ങനെ ഒരു ഭാഗം ആവും നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് തരണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് പോകും എല്ലാവരും. അങ്ങനെ നമ്മൾ ആദ്യത്തെ വട ഇവിടെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ മൊരിഞ്ഞ വട റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം നല്ല മൊരിഞ്ഞ വടയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം.